SDPI പെരുപ്പിച്ചു കാണേണ്ടതല്ല, അപ്രസക്തമാക്കേണ്ട ഒന്നാണ്. SDPI ഇതുവരെ അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലാകെ കേരളത്തിലാകെ സമാഹരിച്ചിട്ടുള്ള വോട്ടെത്രയാണ്? കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഒരു തുലവും തുച്ഛാണ്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയായി മത്സരിച്ചല്ലോ, അവർ കേരളത്തിലാകെ സമാഹരിച്ചുള്ള വോട്ടെത്രയാണ്? തുലവും തുച്ഛാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ 3859 കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം. അതിൽ SDPIയുടെ സഹായം ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നില്ല. ആ സഹായം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ആ 3859 എന്ന് പറയുമ്പോൾ അത്രയും വോട്ടുകൾ, കൃത്യമായി 40,000-ഓളം മുസ്ലിം വോട്ടുകൾ, 23% എന്ന് പറയുമ്പോൾ 40,000-ഓളമെങ്കിലും അത് വരും ഈ മണ്ഡലത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും വോട്ടുകളിൽ SDPI വഴി സമാഹരിക്കാവുന്ന 5000 അല്ലെങ്കിൽ 6000 വോട്ടുകൾ, അത് UDFന് പ്രധാനമല്ലേ? അതെ, ഒരു 4000, 5000, 6000 ആയിക്കോട്ടെ, അതിൽ കൂടുതലില്ലല്ലോ. ഒരിക്കൽ മാത്രം SDPI പോലും അവകാശപ്പെടില്ല. ആ ചെറിയ വോട്ട് പെർസെൻറ്റേജിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു അപകടാവസ്ഥയെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ SDPIയുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി അവരുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു, ഒരു ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നതാണ് മറ്റൊരു CPM നേതാവ് ഞങ്ങളോട് പറഞ്ഞത്. ശരി, അങ്ങനെയെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നത് വഴി അതിൻ്റെ ഗുണമാർക്കാണ്, അതിൻ്റെ രാഷ്ട്രീയ ഗുണമാർക്കായിട്ടാ. ഇപ്പം കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയ ശക്തികളുമായി കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത ഹിന്ദുക്കൾ പോലും വേണമെങ്കിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞാലും അതിൻ്റെ ഗുണഭോക്താവായി CPM വരുമെന്ന് കരുതാൻ കഴിയുമോ? അവർ നേരെ വോട്ട് ചെയ്യാൻ പോകുന്നത് BJPക്കല്ലേ? ഒരിക്കലുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിജയിക്കില്ല. കാരണം BJP ഈ മണ്ഡലത്തിൽ വിജയിക്കണമായിരുന്നുവെങ്കിൽ വിജയിക്കേണ്ടിയിരുന്ന ശ്രീ മെട്രോമാൻ ശ്രീധരൻ മത്സരിക്കുമ്പോഴായിരുന്നു. എന്തുകൊണ്ടാണ്? BJPയുടെ മുഴുവൻ വോട്ടും പൂൾ ചെയ്തു. നിഷ്പക്ഷവതികളായ എല്ലാ പാർട്ടികളിലും പെട്ട അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ലിബറൽ വോട്ടുകൾ കുറേ അധികം കിട്ടി. ഫാക്ടറാണിത്. എന്നിട്ടും അവർക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വിജയിക്കാനുള്ള വോട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ BJPക്കകത്ത് രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. മറ്റൊന്ന്, നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടൊരു ഫോക്കസാണ്. ജനങ്ങൾ നഗരസഭയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അഴിമതിയാണ്, ഇവിടുത്തെ വികസനമില്ലായ്മ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJP ഇവിടെ വിജയിക്കില്ല. BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം അതിനെതിരാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റെതസ്കോപ്പ് എന്ന അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിഹ്നത്തിലേക്ക് പോയത്? മനസ്സിലാക്കേണ്ട കാര്യം, സരിൻ ഏത് ചിഹ്നത്തിലും സരിൻ മത്സരിക്കാൻ സന്നദ്ധമായല്ലേ, ഒരു പ്രശ്നമല്ല. കോൺഗ്രസിനകത്തൊരു വലിയ വിഭാഗമുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഉറക്കം വിളിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമല്ല, വിവിധ വിഭാഗങ്ങളുടെ കോൺഗ്രസ് ഉണ്ട്. അവരലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. അത് അവരുടെയും ആ വിഭാഗങ്ങളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ തവണ പ്രവർത്തിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ കൂടിയാണ് ഈ ചിഹ്നം. ഇനി തീരുന്നില്ല, ഇതിൽ വോട്ട് ചെയ്യാൻ വേറെയും ചിഹ്നമുണ്ട്. BJPയിൽ അസംതൃപ്തർക്കും വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ചിഹ്നമാണിത്. BJP അസംതൃപ്തർക്ക് വന്ന് വോട്ട് ചെയ്യാവുന്ന ചിഹ്നമാണ്. പിന്നെ സരിൻ എല്ലാവർക്കും സ്വീകാര്യമാകുന്നൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ സരിൻ മാതൃഭൂമിയിൽ സരിൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ വികസന കാഴ്ചപ്പാട്? സരിൻ അവിടെ മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. മെട്രോമാൻ ശ്രീധരൻ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചൊരു വികസന രൂപരേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. വികസന കാര്യത്തിൽ ആ രൂപരേഖയെ പിന്തുടരാവുന്നതാണ്. അപ്പോൾ വികസനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെൽഫെയർ, ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് വളരെ എലിജിബിളായ, പ്രൊഫൈൽ വൈസ് വളരെ ഉയർന്നു നിൽക്കുന്ന ഈ 3 സ്ഥാനാർത്ഥികൾ പ്രൊഫൈൽ വൈസ് ആരാണ് മുകളിൽ? താരതമ്യമേ ഇല്ലാത്ത വിധം സരിനാണ് മുകളിൽ. രാഹുൽ മാങ്കൂട്ടത്തിലോ UDF സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ പറയാൻ കഴിയില്ല. BJP സ്ഥാനാർത്ഥിക്ക് അത് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു പുതിയ തലമുറയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നതിൽ നമുക്കൊരു പൊളിറ്റിക്കൽ പ്രൊഫൈലിംഗ് ഉണ്ടല്ലോ. A.A. റഹീം എന്ന് പറയുന്ന ആളുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ A.A. റഹീം ഒരു ലോ ഗ്രാജുവേറ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ രാഷ്ട്രീയത്തിലെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ താങ്കൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എത്രത്തോളം വളർന്നിട്ടുണ്ട്, അതിനാണ് പൊതുസമൂഹം അല്ലെങ്കിൽ വോട്ടർമാർ വിലയിടുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സരിൻ്റെ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയമായിട്ട് കൈവരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും എത്രമാത്രമാണ്? അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്നു. അതിനു മുൻപ് KSU വഴി കടന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും സരിൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വന്നിട്ട് 8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. C. കൃഷ്ണകുമാർ ആകട്ടെ അതിനേക്കാൾ പതിറ്റാണ്ടുകൾക്ക് മുകളിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണോ അതോ രാഷ്ട്രീയ വിദ്യാഭ്യാസവും ജനങ്ങളെ അറിയുന്നതുമാണോ ജനങ്ങൾ കൂടുതലായി സ്വീകരിക്കുക? അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതല്ലേ നിങ്ങൾക്ക്? അല്ല, ഇതെല്ലാം ചേർന്ന് വരും. തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കമ്പോണന്റുകൾ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയുടെ മേന്മ, സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, ഒട്ടേറെ കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല നാളെ.
അപ്പോൾ ഓരോ ഇതെല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാം കൂടി ചേർന്നിട്ടാണ്, ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല. അതിൽ ഒരു കമ്പോണൻ്റായ പ്രൊഫൈലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരന് കിട്ടിയ വോട്ടിൽ ഒരു വലിയ ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനുള്ള വോട്ടായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ആ വോട്ടാണ്. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ ഈ ശ്രീധരൻ പക്ഷേ മത്സരിച്ചത് താമര ചിഹ്നത്തിലാണ്. ഇവിടെ സരിന് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIM-ന്റെ അരിവാൾ ചുറ്റികയില്ല. അല്ല, അരിവാൾ ചുറ്റികയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വളരെ തുറന്നു പറയുന്നു, BJPക്ക് തടസ്സമാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ പെട്ടെന്ന് തോന്നിയ ഉദാഹരണമാണ്. എറണാകുളം തെരഞ്ഞെടുപ്പ് ഒരിക്കൽ സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച TV ചിഹ്നത്തിലാണ്. അന്ന് ശ്രീ K. കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. K. കരുണാകരൻ പറഞ്ഞു എല്ലാവരും TV കാണണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ മകനും ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിലേക്കാണ് ആ പാട്ട് ആസ്വദിച്ചെന്ന് തോന്നുന്നു. അതെ, അന്ന് ശ്രീ K. കരുണാകരൻ പറഞ്ഞു ഇന്നിപ്പോൾ TV-യിലെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ മകൻ പ്ലേ ചെയ്തു ഫേസ്ബുക്കിലൂടെ. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നിട്ട് BJP, ഞാനൊരു ലളിതമായ കാര്യം ചോദിക്കുന്നു, എന്തിനാണ് ശ്രീ VD സതീശൻ മത്സരരംഗത്തില്ലാത്ത BJPയെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം? ഇവിടെ രണ്ട് കൂട്ടരാണ്, BJPയും UDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. രണ്ട് കൂട്ടരാണ്. ഒന്ന് നമ്മുടെ ശ്രീ VD സതീശൻ ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം, VD സതീശൻ ആൻഡ് ടീം, ദെൻ പ്ലസ് SDPI. ബാക്കി ആരും ഇവിടെ BJP കോൺഗ്രസ് മത്സരമാണെന്ന് പറയുന്നില്ല. രമേശ് താങ്കൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയാതെ UDF എന്ന് പറയാതെ VD സതീശൻ ആൻഡ് ടീം എന്ന് പറയുന്നത്? ഒന്ന് കൊള്ളിച്ച് പറയുന്ന പോലെ അല്ല. ശ്രീ VD സതീശൻ ആൻഡ് ടീമിന് പുറത്തുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള ചിഹ്നമാണ് സ്റ്റെതസ്കോപ്പ്. ഏതുപോലെ TV കാണാൻ ശ്രീ K. കരുണാകരൻ പറഞ്ഞതുപോലെ വളരെ ലളിതമാണ്. നിങ്ങൾ ഈ ഇടതുപക്ഷം പറയുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ അവരുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നതിന് മുൻപ് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും നിങ്ങൾ RSSകാർക്ക് അവരുടെ വോട്ട് വേണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരൊരു രാഷ്ട്രീയ നിലപാട് പറയുന്നതിന് മുന്നേ അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊക്കെ AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാതെ ഞാൻ പറയാം. ഇന്നലെ ഞാനത് വിശദീകരിച്ചതാണ്. സന്ദീപ് വാര്യർ BJPയോട് ഇടയുന്നു. ആ പശ്ചാത്തലത്തിൽ CPM നേതാക്കളോട് ചോദ്യങ്ങൾ വരുന്നു. സന്ദീപ് നിങ്ങളോട് ചർച്ചകൾ നടത്തുന്ന വാർത്തകൾ വരുന്നു.